ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കൊച്ചി മെത്രാൻ്റെ അഭിഷേകത്തോടനുബന്ധിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു വളരെ നന്നായിരുന്നു, ഇപ്പോൾ സാറിനെ അതുപോലെ ചെയ്യണം എന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇങ്ങനെയാവാമെന്ന്. ഞാൻ ഒരു വാട്സാപ്പിൽ കുറേ ഡ്രാഫ്റ്റുകൾ ചെയ്യുന്നതാണ്. കാറ്റീസം എനിക്ക് നല്ലൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അഡ്മിനും തുടങ്ങിയതും ഞങ്ങൾ തന്നെയാണ്. ഞാനും വൈഫും 2 മക്കളും കൂടി ചേർന്നുകൊണ്ടാണ് കാറ്റീസം എനിക്കും എന്നൊരു ഗ്രൂപ്പ് തന്നെ നമ്മൾ ഫോം ചെയ്തത്. ഈ കാറ്റീസം എനിക്കും എന്ന ഗ്രൂപ്പിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കാറ്റീസത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുകുട്ടികൾക്ക് മാത്രമുള്ളതാണ് കാറ്റീസം ചിന്തിക്കുന്ന ഒരു ജനതയാണ് പലപ്പോഴും ക്രൈസ്തവ സഭയിൽ. എന്നാൽ കുട്ടികളെ അവരെ കാറ്റീസിന് വിടുകയും എന്നാൽ അതിൻ്റേതായ പല കാര്യങ്ങളും മാതാപിതാക്കൾക്ക് അറിയാതെ വരികയും ചെയ്യാറുണ്ട്. അത് പലയിടങ്ങളിലും പോകുമ്പോഴും ഞാനത് അനുഭവിക്കാറുള്ളതാണ്. ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിന്നുള്ളത് പോലും കൃത്യമല്ല, ചില പ്രാർത്ഥനകൾ കൃത്യമല്ല. അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ കുറേ തെറ്റിദ്ധാരണജനകമായ കുരിശുവരയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതാരാണ് ഈ കുരിശുവര തുടങ്ങിയത്? ക്രിസ്തു കുരിശു വരച്ചോ? ഔസേപ്പിതാവ് കുരിശു വരച്ചോ? വിശുദ്ധരിലെ ഏതാണ്ട് AD 300 വരെ കുരിശു വരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇത് ബൈബിളിൽ എഴുതപ്പെട്ട ഒന്നല്ല കുരിശു വരയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ സിറിയൻ സഭകളിലൂടെ ചെന്നതിനെ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് കുരിശു വരയില്ല, ഇവിടെ പിതാവിനും പുത്രനുമില്ല. എന്നാൽ ലത്തിൽ വരുമ്പോൾ പിതാവിനും പുത്രനും. അപ്പോൾ പല സഭകളുടെ വ്യത്യാസങ്ങളാണ് ഈ കുരിശു വരയിൽ തന്നെ വരുന്നത്. പിന്നെ ഞാൻ ഈ കാറ്റീസം എനിക്കും എന്ന് തുടങ്ങുന്നതിൻ്റെ കാരണം, ഒരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം കുരിശു വരയ്ക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ആവശ്യകത മുതിർന്നവർക്കാണ്. അവർക്കൊന്നും കാറ്റീസം വേണ്ടതേ കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ തന്നെ കാറ്റീസം പഠിക്കുന്ന കാലത്ത് എനിക്ക് വിശദമായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു കാറ്റീസം എനിക്കും എന്നുള്ളത്. കാരണം കാറ്റീസം എനിക്ക് ഓരോരുത്തർക്കും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി ഏപ്രിൽ 27-ാം തീയതി 2014. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ മാത്രം പോരാ, വാട്സപ്പിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് വേണമെന്ന്. അങ്ങനെയാണ് 2014 ജൂൺ 13-ാം തീയതി, അതായത് നമ്മുടെ വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ നാമഖേദക തിരുനാളിൻ്റെ ആ ദിവസമാണ്. കാര്യം നാവാണ്, വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ നാവാണ് ഇപ്പോഴും അഴുകാതിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഒക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് സുവിശേഷ വേലയ്ക്ക് പറ്റുന്ന ഒന്നാണ് കാറ്റീസം എനിക്ക് എന്നുള്ള ആ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും കാറ്റീസം കൊടുക്കുക എന്ന് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കാറ്റീസം ടീച്ചേഴ്സും. കാരണം എല്ലാം അറിയുന്നവരല്ല എല്ലാവരും. ഇപ്പോൾ ഒരു ബൈബിളിനെ പറ്റിയുള്ള കാര്യമാണെങ്കിൽ, സഭയെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇതൊക്കെ ഒരു സമുദ്രം പോലെയാണ്, കടൽ പോലെയാണ്. അപ്പോൾ ആ കടലിൽ നിന്ന് എനിക്ക് പോലും 39 വർഷമായിട്ട് ഒരു കൊമ്പിൽ പോലും എടുക്കാനായില്ലെന്നുള്ളതാണ്. അപ്പം അത്രയധികം പഠനമായിട്ട് ഈ 39 വർഷം. ഇപ്പോൾ ഞാൻ കാറ്റീസം ടീച്ചറായത് 39 വർഷം, 19ാമത്തെ വയസ്സിലാണ് ഞാൻ കാറ്റീസത്തിൽ വരികയും കാറ്റീസം ഹെഡ് മാസ്റ്റർ ആവുകയും ചെയ്തത്. എൻ്റെ ഇരട്ടിയിലധികം പ്രായത്തിലുള്ളവരുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതുപോലെ ഒരു 7ഓളം വൈദികർ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ ഇരട്ടിയിലധികം കന്യാസ്ത്രീകളും സിസ്റ്റേഴ്സും കാറ്റീസം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്, എല്ലാവർക്കും എന്തിനെ പറ്റിയും. ഇപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്നതിനെ പറ്റി എടുക്കുകയാണെങ്കിൽ, കുരിശ് വരയ്ക്കുന്നതിനെ പറ്റി എനിക്ക് പറയാനായിട്ട് ഏതാണ്ടോ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതെങ്കിലും ക്ലാസ് നൽകിയാലേ കുരിശ് വര എന്താണെന്ന് അറിയാൻ പറ്റൂ.
ഈ പല യൂട്യൂബിൽ ഞാൻ കാണുന്നതെല്ലാം അതൊരു കൃത്യമായൊരു അറിവ് നൽകുന്നതല്ല അതിലൂടെയൊക്കെ നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ യൂട്യൂബിലോട്ട് പറയേണ്ട ഒരു കാര്യം ഇതാണ്. കഴിഞ്ഞ ദിവസം പ്രാന്തൻ ഗുരുജത്തിനെ പറ്റിയുള്ള ഒരു യൂട്യൂബ് ഉണ്ട്. ഒത്തിരി പേര് ലൈക്ക് ചെയ്യുകയും ഒത്തിരി പേര് ഇതെന്താണ് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. തികച്ചും തെറ്റായ അല്ലെങ്കിൽ തെറ്റിദ്ധാരണജനകമായ ഒരു ചരിത്രമാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് അവർക്കറിയില്ല, അതാണ് കുഴപ്പം. അപ്പോൾ നമ്മൾ ക്ലാരിറ്റിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. കാരണം നമ്മൾ നൽകുന്നത് കൃത്യമായ സ്ഫടിക തുല്യമായതായിരിക്കണം. കാര്യം ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ, ട്രാൻസ്പെറൻസി, സുതാര്യത, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചെയ്യുന്നതും. ഇതൊരു സഭയുടേതാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു വൈദികനൊന്നുമല്ല, ഒരു കാരിസം ടീച്ചറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഓപ്പണായ ചർച്ച എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കൂച്ചുവിലങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തും ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. എന്തിനെ പറ്റിയും ഒരു പള്ളിയിൽ നിന്ന് പുറത്തു നിന്ന് പോലും എനിക്ക് സംസാരിക്കാനാകും എന്ന് ചിന്തിക്കുക. പള്ളിയോട് ചേർന്ന് മാത്രമല്ല, എല്ലാവിധ അറിവുകളും നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ വരുന്ന ഒരു കാര്യം വെച്ചാൽ ക്രിസ്മസിനെ പറ്റിയാണ്. ഏതാണ്ടോ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഒത്തിരി പേര് എക്സ്മസ് എന്നതിനെപ്പറ്റി വളരെയധികം തെറ്റിദ്ധാരണജനകമായ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ ഞാൻ ബ്ലോഗ് എഴുതാറുണ്ട്. വൈറ്റ് ബോർഡ് എന്നാണ് ബ്ലോഗിൻ്റെ പേര്. ഒരു 400-ലധികം ബ്ലോഗുകൾ ഞാൻ ഇപ്പോൾ ടോട്ടലായിട്ടുണ്ട്. സഭാപരമായതുകൊണ്ട് സന്മാർഗീയ രീതിയിലുണ്ട്. ഓരോരുത്തർ നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ തന്നെ 2014 ഫേസ്ബുക്കിൽ തന്നെ ഇത് ഡ്രാഫ്റ്റ് തുടങ്ങിയത്. ഏതാണ്ട് 2000-ലധികം ഡ്രാഫ്റ്റുകളുണ്ട്. ഇപ്പം എൻ്റെ ചെറുകഥ എന്ന് പറയാവുന്ന ഒരു 600-ലധികം ചെറുകഥയുണ്ട്. ഒരു 3ഓളം നോവലെറ്റുകളുണ്ട്. പിന്നെ സമൂഹത്തിൻ്റെ ഒരു പ്രതിബദ്ധത എനിക്കുണ്ട്. സഭയോടും മനുഷ്യരോടും സഹോദരങ്ങളോടും മൃഗങ്ങളോടും നമ്മൾ ആ പ്രതിബദ്ധതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരാളെ തെറ്റിലേക്ക് നയിക്കാനല്ല ഈ യൂട്യൂബിലൂടെ ഞാൻ വരുന്നത്. അവരെയൊക്കെ നന്മയിലേക്ക് നയിക്കാനും നന്മയിൽ ചലിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. ഒരു സ്ത്രീ എഴുത്തുകാരനെന്ന് പോലും പലരും ചിന്തിച്ചു തുടങ്ങി. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒക്കെയായിരുന്നു ഞാനിങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോഴും എൻ്റെ ചെറുകഥകളിലും കൂടുതലും അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലൂടെ വിഷയത്തിലോട്ട് പറയുന്ന ഇതാണ്, ക്രിസ്മസിനെ പറ്റിയാണ്. ക്രിസ്മസിന് എക്സ്മസ് എന്ന് പറയാറുണ്ട്. അത് മുൻകാലങ്ങളിൽ ഞാനൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അന്നൊക്കെ എക്സ്മസ് എന്നായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പായിട്ട് എക്സ്മസിനെ പറ്റി വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നു. അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലും ഒക്കെ നിറഞ്ഞു. സഭാപരമായ ഒത്തിരി കാര്യങ്ങൾ വന്നു. പള്ളികളിൽ ചർച്ചയായി. എക്സ്മസ് എന്ന് പറയുന്നത് ഇൻഡു, ദാറ്റ് മീൻസ് ഈ എക്സ്മസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇൻഡു എന്നാണ്. അതിന് മാത്തമാറ്റിക്സ് വരികയാണെങ്കിലോ എക്സ് എന്ന് പറയുന്നത് ഒരു അൺനോൺ ലെറ്ററാണ്. അപ്പോൾ എക്സ്മസ് എന്ന് പറയുന്നത് ഒരു അൺനോൺ ആണ് എന്ന രീതിയിലാണ് പലപ്പോഴും സഭാപരമായതാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലെങ്കിലായാലും ആ ഒരു ചിന്താഗതിയും തെറ്റിദ്ധാരണയും എല്ലാവരും പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ അത് ഞാൻ വിശദമായിട്ട് എഴുതിയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് വിശദമായതാണ്. അപ്പോൾ കുറേ വർഷങ്ങളുടെ കണക്കുകൾ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിലും വൈറലായ എക്സ്മസിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തോടെ എക്സ്മസ് ക്രൈസ്തവരുടെ ക്രിസ്മസ് കാർഡിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും മറ്റ് പല തലങ്ങളിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടു, വേർതിരിച്ചു തുടങ്ങി, മറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ കാരിസോനിക്കുന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും അതിനെപ്പറ്റി ഒത്തിരി ചർച്ചകൾ വന്നു. അതിനിടയ്ക്ക് ഞാൻ ദേവാലയത്തിൽ പ്രസംഗത്തിൽ
ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ ഘോരഘോരമായിട്ട് ഈ എക്സ്മസിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ അതിനെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഒരു ശരിയായൊരു വിശദീകരണം അവിടെ നൽകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ 1950 ശേഷമാണ് എക്സ്മസിനെ പറ്റി വ്യത്യസ്തമായ അർത്ഥങ്ങൾ വന്നു തുടങ്ങിയത്. എക്സ് എന്നത് ഒരു നിരാകരണ ചിഹ്നമായി അവർ കരുതി തുടങ്ങി. അത് ഗ്രീക്ക് ഭാഷയിലുള്ള തിരുവെഴുത്തുകളിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് തന്നെ ആകണം ആ ഒരു ചിന്താഗതി എല്ലാവർക്കും വന്നത്. ക്രിസ്തു എന്ന പദത്തിൻ്റെ ഗ്രീക്കിലെ അക്ഷരമാണ് എക്സ് എന്ന് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഗ്രീക്ക് ആൽഫബറ്റിലെ 22ാമത്തെ ലെറ്ററാണ് എന്ന് പലർക്കും അറിയാത്തത് കൊണ്ടാണ് അത് ഇൻഡ്യു ആയിട്ടും അല്ലെങ്കിൽ അത് തെറ്റായിട്ടും ഒക്കെ അവർ കരുതുന്നത്. എക്സ്പ്രസ് മെസ്സേ എന്ന് പറയുന്ന ഈ ഒരു പേര് ആണ് ക്രിസ്റ്റസ് മെസ്സേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രീക്ക് രൂപത്തിലെ എക്സിനെ ചി എന്നാണ് ഉച്ചരിക്കുന്നത്. ഇംഗ്ലീഷിലെ എക്സായി ആ എക്സിനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഗുണനവും നിരാരീകരണവും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്രീക്ക് ലെറ്ററാണ് എക്സ്. അതിൻ്റെ ഉച്ചാരണം ചി എന്നാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ എക്സിനെ ഇംഗ്ലീഷീകരിക്കുകയല്ല, അത് ഗ്രീക്ക് വേർഡാണ്, ഗ്രീക്ക് ലെറ്ററാണ് എന്ന് തന്നെ ചിന്തിക്കുക. 22ാമത്തെ ആൽഫബറ്റിലെ 22ാമത്തെ ലെറ്ററാണ്. ഇനി ഈ വർഷം ഈ എക്സ് എന്നുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മുതൽ ആ എക്സ്മസ് ഒക്കെ നമ്മൾ ഒഴിവായി. എക്സിനെ പറ്റിയുള്ള ചിന്താഗതികൾ മാറി. എക്സിനെ പറ്റി സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് ഒഴിവായി. റീച്ചിന് വേണ്ടിയും കാശിന് വേണ്ടിയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു തലങ്ങളിലേക്ക് ഒത്തിരി എക്സിനെ പറ്റിയൊക്കെ ഇട്ടു തുടങ്ങിയത്. അപ്പോൾ എവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിക്കും എക്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഒത്തിരി പേര് അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പല മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും നോക്കും ഏതാണ് സത്യമെന്നറിയാം. ഒത്തിരി പേര് നുണകൾ പറഞ്ഞാലും അതൊന്നും സത്യമാവില്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ചരിത്രങ്ങൾ കൃത്യമായിട്ട് നൽകാനും ക്ലിയറായിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഒരു സ്കൂപ്പിനായിട്ട് അല്ല, അതിനേക്കാൾ ഉപരി അസത്യങ്ങളുടെയും തട്ടിപ്പുകളുടെയും വിദ്യകളുടെയും പുറകെ പോകാതെ സത്യത്തിൻ്റെ പിന്നാലെയുള്ള സഞ്ചാരമാണ് ഞാനിത് നിങ്ങൾക്കായി നൽകുന്നത്. ഞാൻ എൻ്റെ ബ്ലോഗ് കാറ്റിസം എനിക്കെന്നുള്ള ബ്ലോഗിൽ അത് എഴുതിയിട്ടുള്ളതാണ് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ്. ലോകത്തിലെ വിവിധ ഭാഷകളിൽ ക്രിസ്മസ് പല പല പേരുകളിലാണ് അറിയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ ക്രിസ്മസ് എന്ന് നമ്മൾ പറയാറുണ്ട്, ക്രിസ്മസ് പറയാറുണ്ട്. രണ്ടും ശരിയാണ്. ക്രിസ്തുവിൻ്റെ മാസ് എന്നത് ആണ്. ക്രിസ്റ്റസ് മെസ്സേ എന്ന ആ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ ക്രിസ്റ്റസ് എന്നത് ക്രിസ്തു, അതായത് ഗ്രീക്ക് പദമായ ക്രിസ്റ്റോസ്. അതിൻ്റെ കൂട്ടത്തിൽ മെസ്സേ എന്ന ലാറ്റിൻ പദം കൂടി ചേരുമ്പോഴാണ്, ഇപ്പം ഗ്രീക്കും ലാറ്റിനും കൂടി ചേരുമ്പോഴാണ് ക്രിസ്റ്റസ് മെസ്സേ ആവുന്നത്. ക്രിസ്റ്റസ് മെസ്സേ ആവുന്നത് ഫസ്റ്റ് എന്താണ്? ഗ്രീക്ക് ക്രിസ്റ്റോസ്, സെക്കൻഡ് എന്താണ്? മെസ്സേ. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുർബാന എന്നാണ് ക്രിസ്റ്റസ് മെസ്സേ ക്രിസ്തുമസ് ആവുന്നത്. അപ്പോൾ ഇനി ഓർക്കുക, ക്രിസ്തുവിൻ്റെ കുർബാന. എക്സ്മസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കുർബാന. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1038 AD 1038 ക്രിസ്റ്റസ് മെസ്സേ എന്ന് പറഞ്ഞു തുടങ്ങിയത്. എപ്പോഴാണ്? AD 1038. പക്ഷേ ആ കാലങ്ങളിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നെയും നൂറ്റാണ്ടുകൾ എടുത്താണ്, അതായത് 10ാം നൂറ്റാണ്ടിൽ 11ാം നൂറ്റാണ്ടിൽ അറിയുന്ന കാര്യത്തെ അത് ക്ലാരിഫൈ ചെയ്ത് വന്നത് 17ാം നൂറ്റാണ്ടിലാണ്. എല്ലാവരും, അതായത് 17ാം നൂറ്റാണ്ട് മധ്യത്തിലൂടെയാണ് ക്രിസ്മസ് എന്ന് എഴുതാൻ തുടങ്ങിയത്. പക്ഷേ അതിന് മുന്നോട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ
AD 1100 ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളിൽ ഈ എക്സ്പസ് മെസെ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ക്രിസ്റ്റസ് മെസ്സെ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് നാം ചെന്ന് നോക്കുകയാണെങ്കിൽ AD 1551 എക്സ്റ്റമാസ് എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ മാസം നിലയിൽ XT അത് കഴിഞ്ഞ് EMMAS എക്സ്റ്റമസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാവുന്നത് 17-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, 17-ാം നൂറ്റാണ്ടിൽ മുമ്പും അത് AD 1100 അതുണ്ട്. 1551 ഈ എക്സ്റ്റസ് മാസ് എന്ന് കാണുന്നത്. 1100 എക്സ്പസ് മെസെ എന്ന് കാണുന്നത്. ഇനി 1783 അതായത് AD 1753 ജോർജ് വുഡ് വാർഡിൽ നിന്നും ഒരു കത്ത് കിട്ടിയിരുന്നു. ആ കത്തിലാണ് ക്രിസ്മസ് എന്ന പദം ആദ്യമായി കണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരുപക്ഷെ കാണുമായിരിക്കും, തെളിവുകളുടെ സാന്നിധ്യത്തിലാണ് പലതും നമ്മൾ ഉറപ്പിച്ചു പറയുന്നത്. ഒരു അത്ഭുതം നടന്നാൽ പോലും തെളിവുകളാണ് പ്രധാനം. അത്ഭുതത്തെ അത്ഭുതമായിട്ട് കാണുന്നത് അത് വത്തിക്കാനിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, അതേപ്പറ്റി ഞാൻ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഇനിയുള്ളത് അപ്പോൾ 1753 ക്രിസ്മസ് എന്നുള്ള പദം ഉണ്ടായി എന്ന് ഞാൻ പറയുന്നു. ഇനി 1811 ബൈറൺ പ്രഭുവിൻ്റെ ഒരു എഴുത്തിൽ എഴുതിയിട്ടുണ്ട് ക്രിസ്മസ് എന്ന പദം. എന്നാൽ 1531 ഒരെഴുത്തിൽ ക്രിസ്മസ് എന്ന് എഴുതിയതായി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുത്തുകളെ അപഗ്രഥിച്ചുകൊണ്ടാണ് പറയുന്നത്, കാരണം തെളിവുകൾ വെച്ചുകൊണ്ട്. ആ തെളിവുകൾ എൻ്റെ അടുത്തൊന്നും ഇല്ല, അതൊക്കെ ലൈബ്രറികളിൽ, ഇവിടുത്തെ ലൈബ്രറിയിലല്ല, ഓക്സ്ഫോർഡ് പല പല ലൈബ്രറികളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പൊന്തിഫിക്കൽ സയൻസ് അക്കാഡമി അവിടെ നമ്മുടെ റോമിലുള്ളത്, അവിടെയെല്ലാം ഇതിൻ്റെ എല്ലാ തെളിവുകൾ പലതിൻ്റെ ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് എന്ന പദം വരുന്നത് 1811 ബൈറൺ പ്രഭുവിൻ്റെ ഒരു എഴുത്തിൽ കണ്ടു. പിന്നെ 1534 ഒരെഴുത്തിലും ക്രിസ്മസ് എന്ന് കാണുന്നുണ്ട്. മേരി ക്രിസ്മസ് എന്നുള്ള ആശംസയായിരുന്നു ഫസ്റ്റ് ക്രിസ്മസ് ആശംസ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ഉപയോഗം പോലും നിരോധിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് AD 1640. പ്യൂരിറ്റൻസ് ഭരിച്ചിരിക്കുന്ന കാലത്ത്, അതായത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടുള്ള ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ക്രിസ്മസ് നിരോധിച്ചത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അമിതമായ ആഹ്ലാദം, അമിതമായ മദ്യപാനം, അതൊക്കെ എടുത്തപ്പോഴാണ് ഈ നിരോധനം വന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് ക്രിസ്തുവിനെ ക്രിസ്മസിൽ നിന്നും പുറത്താക്കിയത്. അതായത് എക്സ്മസിന് എതിരെ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ക്രിസ്ത്യൻ സഭകളും പടവാളെടുത്ത് തുടങ്ങിയതും അത് ഒത്തിരി വലിയ പ്രശ്നങ്ങളായിരുന്നു. എക്സിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലെറ്റർ എക്സ് ചി ആണ് എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇംഗ്ലീഷ് അക്ഷരം എക്സ് എന്ന് അല്ല എന്നാണ് ചിന്തിക്കേണ്ടത്. ഇനി ഈ എക്സ് എങ്ങനെയാണ് നമ്മുടെ ക്രൈസ്തവ സഭയിൽ കയറിക്കൂടി അറിയണം, പലർക്കും അറിയില്ല. AD 313 പോയാൽ അതറിയാൻ പറ്റും. അതായത് കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റ് ചക്രവർത്തിയുടെ കാലത്തേക്ക് പോയാലാണ് നമുക്കത് അറിയാനാവുക. അന്ന് റോമ ചക്രവർത്തിയും ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയതുമാണ് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന് പറയുന്നത്. ക്രിസ്മസ് ഡിസംബർ 25 എന്ന് തീരുമാനിച്ചത് തന്നെ ഇദ്ദേഹമാണ്. അപ്പോൾ ക്രിസ്മസ് പറ്റി നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെന്ന്. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് AD 54 നമുക്ക് വേണമെങ്കിൽ പറയാം. അന്ന് പൂജ്യരാജാക്കന്മാരായ മിൽക്കിയോണും ബെൽത്താസറും ഗാസ്പറും കൂടി 3 പേരുടെയാണ് വന്നത്. അപ്പം അതിൽ ബെൽത്താസർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, എനിക്ക് തോന്നുന്നത് കൃത്യമായ ഒരു ഡേ പറയാവുന്ന വ്യക്തികളാണ് ആ പൂജ്യരാജാക്കന്മാർ, അല്ലേ?
ജ്ഞാനികൾക്കാണ് കൃത്യമായ ഡേറ്റ്. ആ കൃത്യമായ ഡേറ്റിൽ പ്രസവിക്കും എന്നൊക്കെ അറിയുന്നത് അവരായിരുന്നു. അതിനനുസരിച്ചാണല്ലോ അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൃത്യമായ ഡേറ്റ് ഇപ്പോൾ ഡിസംബർ 25 ബെൽത്താസറും ആ ടീമും കൂടി ക്രിസ്മസ് ആഘോഷിച്ചതായിട്ട് AD 54 ചില പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. AD 313 ശേഷം കാര്യം ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയ ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിലൂടെയാണ് അത് വന്നത്. അതറിയാമല്ലോ, ക്രിസ്മസ് 25 എന്നുള്ള കൃത്യമായ ഡേറ്റ് അല്ല, ചില കണക്കൂട്ടലുകൾ വെച്ച് തന്നെയാണ് വരുന്നത്. റോമിലെ സൂര്യദേവൻ്റെ ആ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വേറെ തരാം. ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത് കൊണ്ടാണ് ഇത് പോകുന്നത്. ക്രിസ്തുവിനെ പുറത്താക്കിയതല്ല ആക്ച്വലി എക്സ്മസ് എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ അകത്താക്കുകയാണ്. ചരിത്രകാരനായ യുസേബിയസ് എഴുതിയിരിക്കുന്ന മിൽവിയൻ യുദ്ധത്തിലേക്ക് പോകാം. മിൽവിയൻ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും മാക്സെൻഡേസുമാണ്. രണ്ടുപേരും ബന്ധുക്കളൊക്കെയാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് വേണമെങ്കിൽ മിൽവിയൻ യുദ്ധത്തെപ്പറ്റി ഞാനൊരു വ്ളോഗ് ചെയ്യാം, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. AD 312 ഒക്ടോബർ 28 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും മാക്സെൻഡേസും തമ്മിൽ മിൽവിയൻ പാലത്തിൽ വെച്ച്, അതായത് ടൈബർ നദിയുടെ മുകളിൽ കൂടെയുള്ള ഒരു ബ്രിഡ്ജാണ് മിൽവിയൻ ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. അവിടെ വെച്ചാണ് യുദ്ധം നടന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ. അതുകൊണ്ടാണ് ആ യുദ്ധത്തെ മിൽവിയൻ യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഒരു അരുളപ്പാടുണ്ടായി. യുദ്ധം വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത മറുപടി, കുരിശിൻ്റെ ചിഹ്നത്തിൽ യുദ്ധം ചെയ്താൽ ജയിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അന്തരീക്ഷത്തിൽ ഒരു ചിഹ്നം കാണിച്ചു. X എന്നും P എന്നുമാണ് അക്ഷരം കാണിച്ചത്. X എന്നും P എന്ന അക്ഷരമാണ് അതിൽ കാണിച്ചത്. ഗ്രീക്ക് അക്ഷരമാലയിലെ 22ാമത്തെ ലെറ്ററാണ് X എന്ന് ഞാൻ പറഞ്ഞു. അതിന് പ്രൊനൗൺസിയേഷൻ ചി എന്നാണ്. അതിലെ തന്നെ 17ാം ലെറ്ററാണ് പിയും. പി മീൻസ് റോ. ഇപ്പോൾ കണക്കുകളിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റും. റോയും ചിയും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് PX എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുകളിൽ P എന്നും ഈ X എന്നുള്ള ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല പള്ളികളിലും അത് കാണാം. P എന്ന് കണ്ടിട്ട് അതിലാണ് X എന്ന് വരുന്നത്. ഈ PX എന്ന് പറയുന്ന ചിഹ്നമാണ് മിൽവിയൻ യുദ്ധത്തിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടയാളികൾ ഉപയോഗിച്ചത്. ആ ചിഹ്നത്തിലാണ് അവർ യുദ്ധത്തിന് പോയത്. ഈ ചിഹ്നം ക്രിസ്തുവിൻ്റെ പ്രതീകമായ ക്രിസ്റ്റോഗ്രാം എന്നാണ് ആ PXനെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ PX കാണുമ്പോൾ ഇത് എന്തോന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. PX എന്ന് പറയുന്നത് ക്രിസ്റ്റോഗ്രാമാണ്. P എന്നും X എന്നും ഉള്ളത്. നമ്മളും ഈ ചിഹ്നം പലയിടത്തും തന്നെ കൺമുട്ടിയതാണ്. ഈ X Pയും ക്രിസ്തുവും തമ്മിൽ ബന്ധം എന്ന് പറയുമ്പോൾ എക്സ്പിറ്റോസ് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ചുരുക്കപ്പേരുകളിൽ കാണുന്ന XT, ഇപ്പോൾ അത് ഗ്രീക്ക് ലെറ്റർ ആണത്, അതിനെഴുതി കാണിച്ചു തന്നെ. അത് ക്രിസ്തുവിൻ്റെ ചുരുക്കപ്പേരായി കാണുന്ന XTയും XPയും അത് ഈ ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പേര് ക്രിസ്റ്റോസ് വരുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. XTയും XPയും ഈ ഒരു തലങ്ങളിൽ നിന്നാണ് XPയും XTയും വരുന്നത്. എക്സിനെ CHI എന്നും PARHO എന്ന് അല്ലെങ്കിൽ R എന്നുമാണ് പറയുന്നത്. ഈ രണ്ടക്ഷരങ്ങളെ ചേർത്താണ് ഈ PX എന്ന രൂപം വന്നത്. ചീറോ ചിഹ്നം എന്നാണ് ഇത് പറയുന്നത്. എന്താണ് ചീറോ ചിഹ്നം? ഈ PX പറയുന്നതിന് ചീറോ ചിഹ്നം എന്നാണ് PXന് പറയുന്നത്. ഓർത്തിരിക്കുക. ദൈവം വെളിപ്പെടുത്തിയതാണ് ഈ ചിഹ്നത്തെ. കാര്യം ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് തൻ്റെ ആ പരിചയിൽ PX എന്ന് വന്നത് ദൈവം വെളിപ്പെടുത്തിയ ചിഹ്നമാണ്. അത് പുറന്തള്ളപ്പെടേണ്ട ഒന്നല്ല
എന്ന് തന്നെയാണ് അതിൽ നിന്ന് അറിയുന്നത്. കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് ആണ് ചീറോ അത്രയധികം ജനപ്രിയമായതും പിന്നീട് എല്ലാവരും ഉപയോഗിച്ചത്. ആ കാലത്ത് സൈനിക ഭാഗമായി വെക്സീലം എന്ന് വെച്ചാൽ ഉപയോഗിച്ച ആ സിംബലിനെ ലാബറം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിംബലിനെ പരിചയിൽ ഉപയോഗിച്ച സൈനികമായി ഉപയോഗിച്ച ആ ചിഹ്നത്തെ ലാബറം എന്നാണ് പറയുന്നത്. നമ്മളും മുൻ തലമുറകളിലുള്ളവരും ക്രിസ്ത്യൻ എന്നതിന് ചുരുക്കപ്പേരായി എക്സ്റ്റിയൻ എന്ന് പറയും. നമ്മൾ ക്രിസ്ത്യൻ എന്നുള്ളതിന് ചുരുക്കപ്പേരായി എക്സ്റ്റിയൻ അല്ലെങ്കിൽ എക്സ്പിയൻ എന്ന് പറയും. എക്സ്പിയൻ എന്ന് പറഞ്ഞാലും എക്സ്റ്റിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്രിസ്ത്യൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കുക. യാതൊരു എതിർപ്പുകളും ആ കാലത്തില്ല. ആ എക്സ് എന്നത് മാസിൻ്റെ കൂടെ വന്നപ്പോഴാണ് പലരിലും പ്രശ്നങ്ങളായത്. അവരത് ഇംഗ്ലീഷീകരിച്ചുകൊണ്ടാണ്. എന്നാൽ അത് ഗ്രീക്കീകരിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു. ആർക്കും ക്രിസ്തുവിനെ അൺനോൺ ആക്കി അല്ലെങ്കിൽ ക്രിസ്തുവിനെ ക്രിസ്മസിൽ നിന്ന് വെട്ടിക്കളഞ്ഞോ എന്ന പരാതികളൊന്നും വേണ്ട. ഈ എക്സ്പിയനും എസ് ടി എനും ഈ എക്സിനെ പറ്റിയും കാര്യങ്ങൾ അറിയുമ്പോൾ ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ ക്രിസ്തു തന്നെയാണ് എക്സ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഗ്രീക്ക് എക്സ് എന്ന് തന്നെ ചിന്തിക്കുക. ബൈബിളിലെ പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിലേതായി കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്കിത് അറിയാൻ പറ്റും. യേശുവിനെ തന്നെ ഹിന്ദിയിൽ പരമേശ്വർ എന്നാ പറയുക. യേശുവ എന്ന് പറയുന്നുണ്ട്, ജീസസ്, അങ്ങനെ ഒത്തിരി പേരുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ക്രിസ്മസിനെ അറബിയിൽ പറയുമ്പോൾ ഈദ് അൽ മിലാദ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കും. എന്നാൽ ഓരോ ഭാഷകളിലും ഓരോ രീതിയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് എക്സ് ആണ് ചിന്തിക്കുക, ഇംഗ്ലീഷ് എക്സ് അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്, ക്രിസ്മസിലുണ്ട്, ക്രിസ്തുവിനോട് ചേർന്നുണ്ട്. എല്ലാവർക്കും ഇത് ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും. അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ഔദ്യോഗിക ഭാഷയിൽ ഇപ്പോഴും എക്സ്മസ് എന്ന് എഴുതാറില്ല, എഴുതാൻ പാടില്ല. കാര്യം ഇംഗ്ലീഷ് ലെറ്റേഴ്സാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്മസ് എന്ന് എഴുതാറില്ല. അത് ക്രിസ്മസ് തന്നെയാണ് ഔദ്യോഗിക ഭാഷയിൽ വരുന്നത്. ചുരുക്ക രൂപമല്ലല്ലോ നമ്മൾ ഔദ്യോഗികമാക്കുമ്പോൾ എഴുതുന്നത്, പൂർണ്ണ രൂപമാണ്. അതുകൊണ്ട് ക്രിസ്തുമസ് എന്ന് തന്നെയാണ് എഴുതുക. ക്രൈസ്റ്റ് മാസ്, ക്രിസ്തുവിൻ്റെ മാസ്, ക്രിസ്തുവിൻ്റെ കുർബാന എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് എക്സ്മസ് എന്നതിനെ ഞാൻ ന്യായീകരിക്കുകയോ പുണ്യീകരിക്കുകയോ വിശുദ്ധീകരിക്കുകയോ ചെയ്യുന്നതല്ല. അതിൻ്റെ റിയാലിറ്റിയിലേക്ക് ഞാൻ വന്നതാണ്, യാഥാർത്ഥ്യത്തിലേക്ക് വന്നതാണ്. എല്ലാവർക്കും ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. നമസ്കാരം. താങ്ക് യു. നല്ലൊരു സായാഹ്നം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.